കേരളത്തിലെ വൻകിട വികസന പദ്ധതികൾ ബഡ്ജറ്റിനെ മാത്രം ആശ്രയിച്ച് നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. 2016 പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം കിഫ്ബി പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനുള്ള നടപടികൾ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ധനകാര്യ വകുപ്പും ഗവൺമെൻറ്റും ആകെ ചേർന്ന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. ഇതിൻ്റെ നേട്ടം കേരളത്തിലുടനീളം അനുഭവിച്ചു വരികയാണ്. കേരളത്തിൽ ഏകദേശം 90,000 കോടി രൂപയുടെ പദ്ധതികൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ പ്രാവർത്തികമാക്കി വരികയാണ്. വരുമാന സ്രോതസ്സ് കണ്ടെത്തുക എന്നുള്ളത് കിഫ്ബിയുടെ ഭാവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. കിഫ്ബിയിലെ ഒരു സംഘം ഉദ്യോഗസ്ഥർ ശ്രീ എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ, KM എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഫണ്ട് ലഭ്യമാക്കുന്നതിനും അത് വിനിയോഗിക്കുന്നതിനും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് വഴി ഏകദേശം 600-ൽ പരം കോടി രൂപയുടെ പദ്ധതികൾ 2016 ശേഷം ഈ 2024 വരെയുള്ള കാലങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. ഈ പദ്ധതികളിൽ 10 പദ്ധതികൾ പ്രവൃത്തി പൂർത്തീകരിക്കുകയോ കമ്മീഷൻ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ബാക്കി പദ്ധതികൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. കിഫ്ബിയുടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചു വരുന്നുണ്ട്. പേരാമ്പ്ര അസംബ്ലി മണ്ഡലങ്ങളിൽ പാലങ്ങളുടെയും റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും പ്രവൃത്തികളിലാണ് കിഫ്ബി ഫണ്ട് പ്രധാനമായും ലഭ്യമായിട്ടുള്ളത്. കാർഷിക മേഖലയിലെ വികസനത്തിന് അടിസ്ഥാനമായ നിലപാടും കിഫ്ബി ഫണ്ട് വഴി വിനിയോഗിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ
ഒരു പുതിയ ഉണർവും ആവേശവും ഉണ്ടാക്കാൻ കിഫ്ബിയുടെ ഫണ്ട് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. 600 കോടിയിൽ പരം അനുവദിക്കപ്പെട്ട തുകയിൽ ഏകദേശം 200 കോടിയോളം രൂപയുടെ പ്രവൃത്തി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കിഫ്ബിയുടെ ഭാഗത്തു നിന്നും നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് വേഗതയിൽ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകത്തക്ക നിലയിലുള്ള നടപടികൾ ഇക്കാലമത്രയുമുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആവിഷ്കരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കിഫ്ബിയുടെ 25 വർഷം കിഫ്ബി പ്രവർത്തനങ്ങളുടെ 25 വർഷം പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ്. ഇങ്ങനെയൊരു ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ 2016 ശേഷമാണ്. ഇത് ശരിയായ നിലയിൽ ഉപയോഗിച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. കിഫ്ബിയുടെ 25ാം വാർഷിക ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കിഫ്ബിയുടെ പ്രവർത്തനം ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കൂടുതൽ ശക്തമായി ഉയർന്നു വരും. കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവിധ പിന്തുണയും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് നൽകുകയാണ്. കേരളത്തിൻ്റെ ഭാവി എന്തായിരുന്നാലും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കേരളത്തിൻ്റെ ഭാവിക്ക് കൂടുതൽ സുരക്ഷിതത്വമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.